നമസ്കാരം. ഞാൻ ആഷിഫ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഓൺലൈനിൽ കൂടെയാണ് പർച്ചേസ് ചെയ്യാറുള്ളതെന്നാണ് എൻ്റെ ഒരു ഏഹ്, പിന്നെ എൻ്റെ ഒരു അറിവ്. എന്നിരുന്നാൽ പോലും നമ്മൾ പിന്നെ ചിലപ്പോഴല്ല ഈ ഓൺലൈൻ നമ്മളെ ഏഹ്, പിന്നെ ഈ ഫ്ലിപ്കാർട്ട്, ആമസോണ് അങ്ങനത്തെ ഓതറൈസ്ഡ് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലാതെ മറ്റുള്ള ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പെട്ടുപോയ ഒരു സംഭവമാണ്. ഞാൻ പെട്ടുപോകും എന്നുള്ളത് എനിക്കറിയാമായിരുന്നെങ്കിൽ പോലും ആ സാധനം വരട്ടെ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു നീതിയില്ലാത്ത നീതി ഹോംസിൻ്റെ ഒരു ഗിംബൽ പർച്ചേസ് ചെയ്തതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ താഴെ കാണിക്കാം. നല്ലത് വരേണ്ടത് നല്ലത് വരേണ്ടത് എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ വല്ല പഞ്ഞിക്കട്ടാണെന്ന് അറിയാലോ. അപ്പോൾ ഇത് തന്നെയാണ് സാധനം. സെൽഫിക്ക് പറ്റതാണ്. അല്ലടാ ഇവിടെ തന്നെയാണ് വെയിറ്റ് നോക്കിയാണ് ഓർഡറുള്ള സാധനം ഇത് ബാറ്ററി സ്റ്റിക്കിൻ്റെയാണിത്. നെക്കി പിടിച്ച് ഓണാക്കി. റൊട്ടേഷനൊന്നുമില്ല. റൊട്ടേഷനൊന്നുമില്ല. അല്ലടാ ഇതിട് ഓണാക്കി. ഇത്ര തന്നെ ഉള്ളൂ. ഓണാണ്, ലൈറ്റ് ഒന്നുമില്ല. ലൈറ്റ് എന്താണ്? ഞാൻ ഫോൺ വെച്ച് വെറുതെ ലോഡ് ചെയ്താ. ഫോൺ വെച്ച് വെറുതെ ലോഡ് ചെയ്യും. ഞങ്ങൾ മാടി നേരം എല്ലാവർക്കും ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ മതിയാവും. ഞാൻ വാങ്ങിയ ഒരു ഗിംബലാണിത്. ഇത് വെറും 290 250 വിലയുള്ള ഒരു സാധനമാണിത്. ഇത് 1599 ഞാൻ മേടിച്ചത്. കാരണം എന്താണെന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഓരോ നമ്മളെ പർച്ചേസ് ചെയ്ത ഓരോ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ആരും ഇങ്ങനെ പെടാതെ നിൽക്കുക. ആരും വല്ലാതെ പെടലുണ്ടാവില്ല. ഞാനൊരു പൊട്ടനായതാണ് സംഭവം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഇതെന്തിനാ പറ്റിയത്? നായനായിട്ടൊന്നും കൂടി പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണിത്. ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് മോട്ടറാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ട ഒരു കാണിച്ചെന്ന വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മളിത് പിന്നെ ഇത് നമ്മളിങ്ങനെ ഒരു സാധനം പർച്ചേസ് ചെയ്തത്. ഞാനിത് പർച്ചേസ് ചെയ്യുന്ന ഓർഡർ ഡെലിവറി ആകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇത് ഓർഡർ ചെയ്ത ഡെലിവറി ടീം എന്നെ വിളിച്ചു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1599 ഇതിൻ്റെ വില. നിങ്ങൾക്ക് പിന്നെ ഇതെന്താണ് സാധനം എന്നുള്ളത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മളിത് കിട്ടി കഴിഞ്ഞതിന് ശേഷം പൊട്ടിച്ചാലേ നമുക്കിത് കാര്യം അറിയുള്ളൂ. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് എന്ന പോലെ ആ സുഹൃത്ത് എന്നോട് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് കുറച്ചേ ഉള്ളൂ, അത്ര 1599 സാധനത്തിൻ്റെ ഒരു ഇതില്ല, നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്ത് ചോദിച്ചത്. നല്ല നീറ്റായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അവന്. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറില്ല, കുഴപ്പമില്ല ബ്രോ, കൊണ്ടുവരിക, ഏതായാലും അങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അത് പിന്നെ നോക്കാം. എന്തായാലും ചിലപ്പോൾ ഞാൻ പെടലാവും, മിക്കവാറും ഞാൻ പെടലാവും. എന്നാലും എന്താ നോക്കാം, ഞാനത് പിന്നെ ആളെ കൊണ്ട് വരുത്തിച്ച് ആളെ മുമ്പിൽ നിന്ന് പൊട്ടിച്ച വീഡിയോ നിങ്ങളിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കും, സ്ക്രീനിലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതിന് പരാതി നൽകാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തുണ്ട് സൈബർ സെല്ലിൽ. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, കോടികൾ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പരാതികളുടെ പെൻഡിങ് എടുക്കാണ്ട് ഈ 1599 രൂപ എൻ്റെ പരാതിയൊക്കെ എന്ന് തീരുമാനമാവാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ്, തീരുമാനമാവാനല്ല, നമ്മൾ പൊട്ടനായതാണല്ലോ. പൊട്ടനായ സംഭവം പിന്നെ ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഈ നീതി ഹോംസ് അനീതി കാണിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പിന്നെ കുറച്ച് ആൾക്കാർ കാണാൻ ഞാൻ ഏതായാലും പൊട്ടനായി അഭിനയിച്ച്.
പിന്നെ അപ്പം മറ്റുള്ളവരും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണിക്കുന്നുണ്ട്, ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ മാക്സിമം എന്നെ പോലെ പൊട്ടനാവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോകളിൽ ഞാൻ അസർപ്പ് എന്ന കഥാപാത്രമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്താറ്. കുറച്ച് ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ 2-3 റിലീസിനുള്ള ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കലാകാരനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടുകാരും നമ്മളെ സുഹൃത്തുക്കളും പുറത്തുനിന്ന് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു എന്നെപ്പോലത്തെ ഈ നായനെറിയാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഇതുകൊണ്ട് എന്താ പറയുക, മണ്ണ് നീക്കാൻ പോലും പറ്റാത്ത ഈ സാധനം ആരും വാങ്ങി പെടാതിരിക്കുക കേട്ടോ. നന്ദി, നമസ്കാരം.